കായക്കുടി പോയിൽ അബ്ദുള്ള, VP അബ്ദുസലാം മാസ്റ്റർ, CK പോക്കർ മാസ്റ്റർ, ഷെരീഫ് മേലേജിൽ, ഷാഫി പറമ്പിൽ MP, KP കുഞ്ഞമ്മദ് മാസ്റ്റർ MLA, KK നവാസ്, പാറക്കൽ അബ്ദുള്ള, മുച്ചാട്ട് കുഞ്ഞബ്ദുള്ള, തൈ യാസി ടീച്ചർ, കണ്ണോത്ത് ദാമോദരൻ, സുലൈമാൻ സ്വബാഹി തുടങ്ങിയവർ സംബന്ധിക്കുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യട്ടെ, ക്ഷണിക്കട്ടെ. ശനിയാഴ്ച ഫെബ്രുവരി 14 വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ നടക്കുന്ന പരിപാടിയിലേക്ക് നമ്മുടെ പരിപാടി തുടരുകയാണ്. മുഴുവൻ ആളുകളും സദസ്സിൽ വന്നിരിക്കണം എന്നറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സൗകര്യവും സാധ്യതയുമില്ലാതിരുന്ന ഒരു പൂർവകാലത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നത് ഒരു വലിയ തെറ്റായി, അപരാധമായി കണ്ടിരുന്ന ഒരു സമൂഹവും പണ്ഡിതന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സമസ്ത എന്ന് പറയുന്ന ഇന്നും ഇന്നലെയുമൊക്കെയായി 100-ാം വാർഷികത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത സംഘടനയും അതിന്റെ നേതാക്കളും വിശുദ്ധ ഖുർആൻ പഠനത്തോട് നിഷേധാത്മകമായ സമീപനമായിരുന്നു വെച്ച് പുലർത്തിയിരുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ എന്ന ആ സംഘടനയുടെ നേതാവ് വിശുദ്ധ ഖുർആൻ പരിഭാഷയുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ പരിഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനി കുഫ്രിയത്താണ് എന്നായിരുന്നു അന്ന് സമസ്തയുടെ തന്നെ നേതാവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ അന്നത്തെ സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്ന സുന്നി ടൈംസിൽ ലേഖനം എഴുതിയത്. EK ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സഹോദരനാണ്. ആ EK ഹസൻ മുസ്ലിയാരുടെ പുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മുസ്ലിം ഓതൽ നിർബന്ധമായിട്ടുള്ളത് ഫാത്തിഹ മാത്രമാണ്, അതിന്റെ പോലും അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഖുർആൻ ക്ലാസുകളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ പരാമർശം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആനുമായി മുസ്ലിം സമുദായത്തിനുള്ള ബന്ധം അതായിരുന്നു. എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ ഒരു പ്ലേറ്റും എടുത്ത് പള്ളിയിലേക്ക് പോകും. അവിടുത്തെ ഉസ്താദ് പ്രത്യേകമായി തയ്യാർ ചെയ്ത മഷിയും പേനയും ഉപയോഗിച്ചുകൊണ്ട് ഓരോ രോഗത്തിനും നിശ്ചയിച്ച ആയത്തുകൾ ആ മഷി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലേറ്റിൽ എഴുതി കൊടുക്കും. ആ പ്ലേറ്റുമായി വീട്ടിലെത്തി അത് കലക്കി കുടിച്ച് രോഗം മാറും എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനല്ല ഖുർആൻ ഇറക്കിയത് എന്നും, മറിച്ച് അത് പഠിക്കുവാനും അതിന്റെ ആശയം മനസ്സിലാക്കുവാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞ പരിഹാസം ഇവിടെ ഉയർന്നു വന്നത്. നമ്മളെ പിഞ്ഞാണത്തിലാക്കിയപ്പോൾ തെറ്റാണ് എന്ന് പറഞ്ഞവർ ഇപ്പോഴിതാ ഖുർആൻ ക്ലാസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും ഇക്കാലത്ത് ചിന്തിക്കുമ്പോ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് മുത്തന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്.
ആ പ്രദേശം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പ്രദേശമാണ്. കാരണം ആ നാട്ടിലെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കേസ് നടക്കുകയുണ്ടായി. ആ കേസിന്റെ കാരണം ആ നാട്ടിലെ ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്ന ഇസ്ലാഹി ആദർശം ഉൾക്കൊള്ളുകയും ആ ആദർശം നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ പ്രബോധനം നടത്തുകയും ചെയ്തിരുന്ന മഹാനായ പണ്ഡിതൻ CP കുഞ്ഞിമൊയ്തീൻ മൗലവി, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. പിതാവ് മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായി മയ്യത്തുമായി ആളുകൾ പള്ളിയിലേക്ക് എത്തി. എന്നാൽ ആ പള്ളിയുടെ മുത്തവല്ലിയും അവിടുത്തെ നാട്ടുപ്രമാണിമാരും അവരെ പിന്തുണക്കുന്ന ആളുകളും പറഞ്ഞു, ഈ മയ്യത്ത് ഇവിടെ മറവ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് വഹാബിയുടെ മയ്യത്താണ്. മയ്യത്തുമായി പോയവർ ആ മയ്യത്ത് പള്ളിപ്പറമ്പിൽ വെച്ച് തിരിച്ചു പോന്നു, നിങ്ങൾ മറവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവരാ മയ്യത്ത് മറവ് ചെയ്യുകയല്ല ചെയ്തത്, അത് വീണ്ടും വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ദിവസങ്ങൾ ആ മയ്യത്ത് ആ വീട്ടുമുറ്റത്ത് കിടന്നു. അവസാനം പോലീസും കോടതിയും ഇടപെട്ടതിന് ശേഷമാണ് ആ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്തത്. ആ നാട്ടിൽ മല്ലാക്ക എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞിമൊയ്തീൻ മൗലവിയുടെ പിതാവിന്റെ മയ്യത്ത് എന്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്തില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഏതെങ്കിലും ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതി ആ നാട്ടിലെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. ആ പാവപ്പെട്ട മല്ലാക്ക ആരുടെയെങ്കിലും അന്യായമായ സ്വത്ത് കവർന്നെടുത്തു എന്ന ഒരു ആക്ഷേപം അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഉന്നയിക്കാനുണ്ടായിരുന്നില്ല. ആ നാട്ടിലെ ഏതെങ്കിലും കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റ ദൂഷ്യം എന്ന കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ പറയാൻ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനുമെതിരെ ഉണ്ടായിരുന്ന ആരോപണം അവർ ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, ആളുകളെ ക്ഷണിക്കുന്നു, ആളുകൾക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതായിരുന്നു. ഇത്രയേറെ ഖുർആൻ പഠനത്തോട് പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആ കേരളത്തിന്റെ പഴയകാല സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ഇതിൽ തർക്കമുണ്ടോ? ഞാൻ രണ്ടാമത് ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, പിഞ്ഞാണം എഴുത്തിനെ എതിർത്തതിന്റെ പേരിലാണ് മുജാഹിദുകളെ പുത്തൻവാദികളാക്കിയെങ്കിൽ, മുജാഹിദുകളെ പുത്തൻവാദികളെന്ന് ആക്ഷേപിച്ചത് അതിന്റെ പേരിലാണ്. ഇത് ദീനല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഇതൊക്കെ നമ്മളെ കാക്കകാരണന്മാര് ചെയ്തതല്ലേ, നമ്മുടെ വാപ്പാര് ചെയ്തതല്ലേ, നമ്മളെ വല്യാപ്പാര് ചെയ്തതല്ലേ. നിങ്ങൾ ഇപ്പൊ വന്നിട്ട് എന്താ അത് ചെയ്യരുതെന്ന് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുജാഹിദുകളെ പുത്തൻവാദികളാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഈ പിഞ്ഞാണം എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും? നമ്മൾ സ്വയം ചോദിക്കാൻ വേണ്ടിയാണ്. മുജാഹിദുകൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സ്വയം ചോദിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമതൊന്നുകൂടി ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പാടില്ല, അതിന്റെ ആയത്തുകൾക്ക് തുടരെ തുടരെ അർത്ഥം പറയാൻ പാടില്ല, അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുമോ? ഇന്നത് പറഞ്ഞാൽ കേൾക്കുന്ന സമുദായമുണ്ടോ? ഏതെങ്കിലും ഉസ്താദ് ഖുർആൻ നിങ്ങൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കെട്ടിപ്പൊട്ടി വെക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സമുദായം ഇവിടെയുണ്ടോ? ഓർമ്മയില്ലേ നമുക്കൊക്കെ? മദ്രസകളിൽ പോകുന്ന കാലത്ത് എങ്ങനെയാ ഖുർആൻ കൊണ്ടുപോയത്? ഒരു തുണിയുടെ ഒരു ഒറ അതിലിട്ട് അത് മീറ്ററുകൾ നീളമുള്ള ഒരു നാര് കൊണ്ട് അതിന്റെ ഉറയുടെ ഭാഗം തന്നെയായ ഒരു ചരട് കൊണ്ട് കെട്ടി അത് മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നാൽ ആരും കാണാത്ത, ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്ത്, തൊടാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഖുർആൻ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട എന്നൊന്നുമല്ല. പിന്നെ അത് ഉപയോഗിച്ചത് മരിച്ച വീട്ടിൽ പാരായണം ചെയ്യാനായിരുന്നു. പിന്നെ അത് ഉപയോഗിച്ചത് ഖബറിന് മുകളിൽ ഷെട്ടി കെട്ടി പാരായണം ചെയ്യാനായിരുന്നു.
എന്റെ മുമ്പിൽ ഇരിക്കുന്ന, എന്റെ വാക്ക് കേൾക്കുന്ന തലമുതിർന്ന കാരണവന്മാരുടെ, രക്ഷിതാക്കളുടെ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളായിരുന്നില്ല അതൊക്കെ? എത്ര പള്ളിപ്പറമ്പുകളിൽ ഷെഡ് കെട്ടി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഇന്ന് ആ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടോ? മൂന്നാമതായി നമ്മൾ ആലോചിക്കുക, അത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മുജാഹിദുകളെ പുത്തൻവാദികളാക്കിയത്. അത് പറഞ്ഞതിന്റെ പേരിലാണ് മുജാഹിദുകളോട് സലാം ചൊല്ലരുത് എന്ന് പറഞ്ഞത്. എങ്ങനെയാ ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി പോയത്? ഏതെങ്കിലും ഉസ്താദ് നമ്മളോട് വന്ന് വാഴ് പറഞ്ഞിട്ട് പറഞ്ഞോ, നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഉറുക്ക് കെട്ടാൻ പാടില്ല, നൂല് കെട്ടാൻ പാടില്ല, പിഞ്ഞാൻ എഴുതി കുടിക്കാൻ പാടില്ല, കബറിന്റെ മുകളിൽ ഷെഡ് കെട്ടി ഖുർആൻ ഓതാൻ പാടില്ല, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുജാഹിദുകളല്ലാതെ? അപ്പൊ മുജാഹിദുകൾ പറഞ്ഞ ആ ആദർശമാണ് ശരി എന്ന് പൊതുസമൂഹം അംഗീകരിച്ചു. വിശുദ്ധ ഖുർആൻ അത് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്, അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എവിടെ? സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനുൻ മുബീൻ. ഈ ഖുർആനെ പറ്റി അല്ലാഹു പറയുക, ഇതൊരു ദിക്റാണ്, ഇത് ഖുർആനാണ്. എന്തിന്? ലിയുൻദിറ മൻ കാന ഹയ്യ, ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാൻ. നോക്കൂ, നമ്മൾ എന്തൊരു സങ്കടമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം. മരിച്ച വീട്ടിൽ കുട്ടികളൊക്കെ എത്തിയാൽ ആദ്യം കുറച്ച് പ്രായമുള്ള മുതിർന്നവരെന്താ പറയാ? ആ ഖുർആൻ എവിടെ, ഖുർആൻ എവിടെ, അതിൽ തോന്നിക്കോ, യാസീൻ ഓദിക്കോ എന്നാണ് പറയാ, അല്ലേ? എന്നിട്ട് ഈ മയ്യത്തിന്റെ അടുത്ത് ഇരുന്ന് യാസീൻ ഓതുകയാണ്. ഓതി ഓതി ഇങ്ങനെ പോരുമ്പോ അല്ലാഹ് പറയുന്ന കാര്യം എന്ത്? ഇത് ഖുർആനാണ്, ഇത് ദിക്റാണ്. എന്തിനാണ് ഇത് ഇറക്കിയത്? നിങ്ങളുടെ വാപ്പ മരിച്ചാൽ, വല്യാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ഉമ്മാമ മരിച്ചാൽ തലയുടെ അടുത്തിരുന്ന് അല്ലെങ്കിൽ കാലിന്റെ അടുത്തിരുന്ന് ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഓതാനും പുണ്യം കിട്ടാനുമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്നല്ല. പിന്നെ പറഞ്ഞതെന്താ? ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവരെ താക്കീത് ചെയ്യാൻ. എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് ചില ആളുകൾ ഖുർആൻ പരിഭാഷയെ എതിർത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ആയത്ത്. കാരണം ഈ ആയത്തിന്റെ അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയ ഒരാളോട് ഇതാ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഖുർആൻ ഓത് എന്ന് പറഞ്ഞാൽ ഓതാൻ ആളെ കിട്ടുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇ.കെ. ഹസൻ മുസ്ലിയാർ കെ.വിക്കെതിരെ എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ എതിർക്കേണ്ടതാണ് എന്ന് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, കെ.വിയുടെ ഖുർആൻ പരിഭാഷയിൽ ഒരായത്തിന് മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു മാത്രമേ അറിയുള്ളൂ, അല്ലാത്ത വേറെ ആരും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന അർത്ഥം പറഞ്ഞു കളഞ്ഞു എന്നാണ്. അല്ലാത്ത വേറെ ആരും ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് കെ.വി. മുഹമ്മദ് മുസ്ലിയാർ ആയത്തിന് അർത്ഥം കൊടുത്തു. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയത്തിനെതിരാണ് എന്നാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അതിൽ എഴുതിയത്. എന്തുകൊണ്ട് കേരളത്തിലെ ചില പുരോഹിതന്മാർ, ചില മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ ഖുർആൻ പരിഭാഷയെ എതിർത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. അള്ളാഹു മാത്രമാണ് ഗൈബ് അറിയുന്നവൻ. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. അതറിയാനുള്ള കഴിവ് നാട്ടിലെ വലിയകൾ എന്ന പേരിൽ, ബീവിമാരെന്ന പേരിൽ, തങ്ങന്മാരെന്ന പേരിൽ, ഉപ്പാപ്പമാരെന്ന പേരിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ആളുകൾക്ക് കഴിയില്ല എന്നത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഈ സന്ദേശം ആളുകൾ സ്വീകരിച്ചാൽ ഇവിടെ ഈ ജാറ വ്യവസായം ഉണ്ടാകുമോ? ജാറങ്ങളിലേക്ക് ആളുകൾ പോവോ? ഈ സിദ്ധന്മാരുടെയും കണക്ക് നോട്ടക്കാരുടെയും അരികിലേക്ക് ആളുകൾ പോകുമോ? അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലുണ്ടായാൽ നേരെ ഓടുകയാണ് ഏതെങ്കിലും ഒരു തങ്ങളുടെ, ഉസ്താദിന്റെ, മുസ്ലിയാരുടെ അരികിലേക്ക്.
എന്നിട്ട് ആ ഉസ്താദ് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ, ഇതാണ് കാര്യം, ഇതാണ് പ്രശ്നം, അത് ഇന്നതാണ് വഴി. എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ നേരെ പോകുന്നത് ഈ ആളുകളുടെ അരികിലേക്ക്. എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ തിരിച്ചു കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവന്റെ ഖുർആനിലൂടെ പ്രഖ്യാപിക്കാൻ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനെ. അതിനേക്കാൾ ശ്രേഷ്ഠരായ ഏതെങ്കിലും തങ്ങന്മാരിവിടെ ഉണ്ടോ? ഏതെങ്കിലും ഉപ്പാപ്പമാരുണ്ടോ? ഇതൊക്കെ പറയുമ്പോ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ മുജാഹിദുകൾക്ക് തങ്ങന്മാരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്, തങ്ങന്മാരോടൊക്കെ ഭയങ്കര വിരോധമാണ് എന്നാണ്. ഇപ്പൊ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിഷയം തങ്ങന്മാരെ സ്നേഹിക്കണോ വേണ്ടേന്നായി. നോക്കൂ, 100ാമത്തെ കൊല്ലം ഒരു സമ്മേളനം നടത്തുമ്പോ അവിടെ നടക്കുന്ന ചർച്ച എന്താണ്? തങ്ങന്മാരെ എങ്ങനെ സമീപിക്കണം. തങ്ങൾ വന്നപ്പോ ആരൊക്കെ എഴുന്നേറ്റ് നിന്നു, ആരൊക്കെ ഇരുന്നു, ആരൊക്കെ തങ്ങളുടെ കൈമുത്തി, ആരൊക്കെ തങ്ങൾ വന്നപ്പോ മുഖം തിരിച്ചു, ഇതൊക്കെയാ ചർച്ച അല്ലേ? കഴിഞ്ഞ ദിവസം പാണക്കാട് പൈതൃകം എന്ന പേരിൽ ഒരു സമ്മേളനം നടന്നു. പാണക്കാട് തങ്ങന്മാരെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ അവരവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നലെ സമസ്തയുടെ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ മുക്കം ഉമർ ഫൈസി പറഞ്ഞു, അങ്ങനെ ഒരു പൈതൃകമൊന്നും ആരും അവകാശപ്പെടാൻ വരണ്ട, ആരും അങ്ങനെ ഒരു പൈതൃകമൊന്നും അവകാശപ്പെടാൻ വരണ്ട. ബാഫക്കി തങ്ങളുടെയും അതേപോലെ തന്നെ പൂക്കോയ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ഒക്കെ പാരമ്പര്യമാണ് പൈതൃകം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ആളുകൾക്കൊന്നും പൈതൃകമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കഥ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ കഥ, അബൂലഹബിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മൂത്താപ്പയല്ലേ? അള്ളാന്റെ റസൂലിന്റെ മൂത്താപ്പിയായതുകൊണ്ട് അബൂലഹബ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇബ്രാഹിം നബിന്റെ വാപ്പ ബിംബുണ്ടാക്കിയ ആളല്ലേ, പഴച്ചാളല്ലേ? ഇബ്രാഹിം നബിന്റെ വാപ്പയോട് നന്നായി എന്ന് പറയാൻ പറ്റുമോ? നൂഹ് നബിന്റെ മകൻ പിഴച്ചു പോയില്ലേ, നന്നായി എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പൈതൃകം പറഞ്ഞ ആരും വരണ്ട എന്നായിരുന്നു മുക്കം ഫൈസിയുടെ പ്രസംഗം. അത് കഴിഞ്ഞു. സമസ്ത മുഷാവറ കൂടിയും കൂടാതെയും ഒക്കെ അദ്ദേഹത്തെ ശാസിച്ചു. കാസർഗോഡുള്ള തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ വേദിയിൽ കയറി പ്രസംഗിച്ച് മര്യാദക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ തങ്ങന്മാരെ പറ്റി നല്ലത് പറഞ്ഞോളും, ഇല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് പോകൂല എന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഗംഭീര സ്വാഗത പ്രസംഗം. എന്താ പറഞ്ഞത്? പാണക്കാട് തങ്ങന്മാർ എനിക്ക് ജീവനാണ്, ഓല വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ അവിടേക്കല്ല പോലെ, ഓല തന്ന പൈസ എന്റെ അരപ്പെട്ടൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങന്മാരെ പറ്റിയുള്ള മദഹാണ് ഇന്നലെ മുഴുവൻ. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഒരു വിശ്വാസിക്ക് സഖാവാകാൻ കഴിയില്ല. എല്ലാരും തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. എന്നോടാരോ പറഞ്ഞു, മുക്കം ഫൈസി മാറിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മുക്കം ഫൈസി ആയതുകൊണ്ട് മാറും, ഇന്ന് വൈകുന്നേരത്തേക്ക് വീണ്ടും മാറും. പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരത്തേക്ക് മാറി. പണ്ടുള്ള അങ്ങനെയാണല്ലോ, ഒരു കിതാബിലെ ഒരു വിഭാഗത്തെടുക്കും, എന്നിട്ട് അതിന് ഷറഹെയ്തും, പിന്നെ അതിന് വേറൊരാള് ഷറഹെയ്തും. ഇങ്ങനെ ഇന്നലത്തെ പ്രസംഗത്തിന് ഇന്ന് ഷറഹെയ്താണ് മുക്കം ഫൈസി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാരണം ഇന്ന് ഹജ്ജ് വഖഫ് ബോർഡിൽ ഒരു അംഗത്വം കൂടി കിട്ടി, സഖാവല്ലാതാകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അതിനെ താലോലിക്കുന്ന പണിയിലാണ് ഇപ്പോ. യഥാർത്ഥത്തിൽ അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത ഈ 100ാം വാർഷികം ആഘോഷിക്കുന്നതും മുഴുവൻ അതുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ സമൂഹത്തിൽ 100 കൊല്ലം പ്രവർത്തിച്ച ഒരു സംഘടനയുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അതിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണോ സമസ്തയുടെ സമ്മേളനം ചാനലുകളിൽ ഇടം പിടിച്ചത്? അല്ല, നെഗറ്റീവായിട്ടാണ്. സമസ്തയിലെ തർക്കങ്ങൾ, സമസ്തയിലെ വിവാദങ്ങൾ, സമസ്തയിലെ മുക്കം ഫൈസിയുടെയും അമ്പലക്കടവ് ഫൈസിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അതുവഴി കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഞാനത് പിന്നീട് വിശദീകരിക്കാം. അതിന്റെ പേരിലാണ് ഈ സമ്മേളനം കേരളത്തിൽ ഇടം പിടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, ഈ മഹാന്മാരായ ആളുകൾക്ക് ഗൈബ് അറിയാൻ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ,
കഴിയുമെന്നാണല്ലോ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, നബിയെ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസായിറുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവ് എന്റെ അടുത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് തരാൻ, നിങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്തത് എടുക്കാൻ, നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ, നിങ്ങൾക്ക് ദോഷം ചെയ്യാനില്ല. എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ ഖജനാവില്ല എന്ന് നബിയെ പറയുക. വലാ അഅലമുൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കാൻ, നബിയെ ഇതാണ് ആളുകളോട് പറയേണ്ടത്, ഇതാണ് ആളുകളോട് പ്രഖ്യാപിച്ചു കൊടുക്കേണ്ടത്. തീർന്നില്ല. വീണ്ടും ഖുർആൻ പറയുന്നത് കാണാം, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കും. എന്താ പറയേണ്ടത്? ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്കെങ്ങാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്കെങ്ങാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, നന്മ വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ, നന്മ വർദ്ധിപ്പിക്കാനും നേടിയെടുക്കുവാനും ആയിരുന്നല്ലോ. വമാ മസ്സനിയ സൂ, എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കുന്ന, അവരെ താക്കീത് ചെയ്യുന്ന ഒരാളാണ് എന്ന് നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു മേലെ ഏത് തങ്ങളെയാണ്, ഏത് ഉപ്പാപ്പയെയാണ്, ഏത് ഹാജിയെയാണ്, ഏത് ഔലിയെയാണ്, ഏത് ബീവിയെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക? ഈ ആശയം മനസ്സിലാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ജാറത്തിലേക്ക് ആള് പോവാ? കാരണം എല്ലാ ജാറങ്ങളിലും അതേപോലെ ഈ മഹാന്മാരോടുള്ള വിളിച്ചു തേട്ടങ്ങളിലും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് ആ മഹാന്മാർക്കെല്ലാം അറിയും, അല്ലേ? നമ്മളുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 55 വക, 555 വക, 33 വക, 333 വക ഒക്കെയായ ഏടുകളുണ്ടല്ലോ. ആ ഏടുകളിലുള്ള മാലകളൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കുക. മുഹീദ്ദീൻ മാല, റിഫായി മാല, മഞ്ഞക്കുളം മാല, നഫീസത്ത് മാല എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ മാലകൾ അതിലുണ്ട്. ആ മാലകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്തൊക്കെയാ ഈ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ പറഞ്ഞു വെക്കുന്നത്? എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത്? ഇതൊന്നും മുഹീദ്ദീൻ ശൈഖ് അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയതല്ല. മുഹീദ്ദീൻ മാല, അദ്ദേഹത്തിന് അതിലൊരു പങ്കുമില്ല. അതിൽ പറഞ്ഞ ഒരു തത്വത്തോടും മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ യോജിക്കുന്നുമില്ല. അതിനൊക്കെ എതിരാണ് ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിലെന്താ പറയുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. നോക്കൂ, ഇവിടെ ഈ മേശപ്പുറത്ത് ഒരു ബോട്ടിലിൽ വെള്ളമുണ്ട്. ഈ ബോട്ടിലിൽ വെള്ളമാണുള്ളത് എന്ന് അത് കാണുന്ന ആർക്കും പറയാൻ കഴിയും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ ബോട്ടിലിൽ ഒരു നീല കളറുള്ള വെള്ളമാണുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കും, അതെന്തായാലുള്ളത്? അതേതാ കുടിവെള്ളം? അങ്ങനെ കുടിവെള്ളം നീല കളറിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാ ചോദിക്കുന്നത്? ഇനി അതല്ലെങ്കിൽ അതൊരു കട്ടൻ ചായയുടെ കളറാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ആരാ ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ ഇങ്ങനെ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ചത് എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ സ്റ്റീൽ പാത്രമായിരുന്നെങ്കിലോ അതിലുള്ളത് നമ്മൾ കാണില്ല. ഇങ്ങനെ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഈ കുപ്പിയിലുള്ള വെള്ളം കാണുന്നത് പോലെ അങ്ങ് ബഗ്ദാദിൽ മരിച്ചു കിടക്കുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
നമ്മളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് കാണും, അറിയും, നമ്മളുടെ വിഷമങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ശൈഖ് ജീലാനിയെ വിളിക്കാൻ പറഞ്ഞത്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞത്. ഇത് ഖുർആൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ? നമ്മുടെ നാട്ടിലെ ചില ജാറങ്ങളിലൊക്കെ ഉറൂസുകൾ നടക്കാറുണ്ട്, നേർച്ചകൾ നടക്കാറുണ്ട്, വിരുന്നുകൾ നടക്കാറുണ്ട്. അവിടെയൊക്കെ പോകും, അവിടെ വയലുകൾ ഉണ്ടാകും, അവിടെ കഥാപ്രസംഗം ഉണ്ടാകും. ഇതിലൊക്കെ ആളുകൾ പങ്കെടുക്കാറുണ്ട്. നോക്കൂ, ഒരു ജാറത്തിൽ ഒരു പരിപാടി നടക്കുകയാണ്. ആ ജാറത്തിൽ നടക്കുന്ന കഥാപ്രസംഗം പൊട്ടക്കിണറ്റിലെ സ്വർണ്ണക്കട്ടി എന്നാണ്. പൊട്ടക്കിണറ്റിലെ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞാൽ അത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള കഥാപ്രസംഗം. കഥാപ്രസംഗമൊക്കെ കഴിഞ്ഞ് ആളുകൾ പോകുമ്പോ സെക്രട്ടറി പറയാണ്, നാളെ നമ്മുടെ ഈ നേർച്ചയുടെ സമാപനമാണ്, അവസാന ദിവസമാണ്. ഇന്ന് ഉപ്പാപ്പ വരുന്നുണ്ട്, ഇന്ന് തങ്ങള് വരുന്നുണ്ട്, ഇന്ന് ഉസ്താദ് വരുന്നുണ്ട്, അന്നദാനമുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, അതേപോലെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളെ നേർച്ചയാക്കണം, ഇവിടത്തേക്ക് നിങ്ങളുടെ നേർച്ച വസ്തുക്കൾ നാളെ എത്തിക്കണം. ഇത് ഒരുപാട് കറാമത്തുള്ള ശൈഖാണ്. ഇവിടെ ആളുകൾ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ ഈ ശൈഖിന്റെ ജാറത്തിൽ വന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അത് തിരിച്ചു കിട്ടിയ അനുഭവമുണ്ട്. നാട് വിട്ടുപോയ കുട്ടികളെ കുറിച്ച് ഇവിടെ വന്ന് ശൈഖിനോട് പറഞ്ഞപ്പോ ആ കുട്ടികൾ തിരിച്ചു വന്ന സംഭവമുണ്ട്. ഗൾഫിൽ പോയി ജോലി കിട്ടാതെ ഭർത്താവ് കഷ്ടപ്പെട്ടപ്പോ ഭാര്യ ഇവിടത്തേക്ക് നേർച്ചയാക്കിയപ്പോ ജോലി കിട്ടിയ ചരിത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടത്തേക്ക് നേർച്ചയാക്കണം. തിരിച്ചു പോകുമ്പോ സഹോദരിമാരൊക്കെ ചർച്ച ചെയ്യാൻ, ഇത്ര കറാമത്തുണ്ടെങ്കിൽ എന്താ നേർച്ചയാക്കേണ്ടത്, പൊന്ന് വേണോ പണം വേണോ എന്നൊക്കെ ചർച്ച ചെയ്യാൻ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ സെക്രട്ടറി നന്ദി പറയാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കേട്ട കഥാപ്രസംഗം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാം